Watch full episodes on Jio Hotstar. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വേദ സിറ്റി വരെ പോകുന്ന മിക്കാഡോ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം 3-ൽ എത്തിച്ചേരുന്നതാണ്. എന്റെ വയറിലാണെങ്കിൽ വിശന്ന് എലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വടാപാവ്. അങ്കിൾ, ഒരു പ്ലേറ്റ് എനിക്ക് വടാപാവ് തരൂ. അറ്റൻഷൻ പാസഞ്ചേഴ്സ്, മിക്കാഡോ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം 3-ൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വേഗം നാ. അല്ല, യൂഡി എവിടെ പോയി? യൂഡി, യൂഡി, ട്രെയിൻ വിടാൻ പോവാണ്. വേഗം വരൂ. ഓ, യൂഡി, ഒന്ന് വേഗം വാ. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ട്രെയിൻ വിട്ടത് കണ്ടില്ല. വേഗം വാ, ഓട്. വേഗം ഓടി വാ. യൂഡി, ട്രെയിൻ പോയി കൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ കൈ പിടിക്ക്. വേഗം ആവട്ടെ, വേഗം വരൂ. നിങ്ങളില്ലായിരുന്നെങ്കിലേ എന്റെ ട്രെയിൻ വിട്ടു പോയേനെ. ഓ, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെന്റെ കർത്തവ്യമല്ലേ. നിങ്ങൾ വേദ സിറ്റിയിലേക്കാണോ പോകുന്നേ? അതെ അതെ, എന്റെ മാമന്റെ വീട്ടിലേക്ക് പോവാ. നിങ്ങളുടെ ലോക്കറ്റ് നല്ല ഭംഗിയുണ്ട്. ഇതെന്റെ അമ്മ ഉപയോഗിച്ചിരുന്നതാണ്. നിനക്ക് ഇഷ്ടമായോ? ഏതോ സ്റ്റേഷൻ വന്നാന്ന് തോന്നുന്നു. അതെ അതെ, സ്റ്റേഷൻ തന്നെയാണ്. തൃഷ ചേച്ചി, തൃഷ ചേച്ചി, എന്ത് പറ്റി? തൃഷ ചേച്ചി, എന്താ പറ്റിയേ? അവരെന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്റെ ദൈവം, അവരിവിടെ വന്നല്ലോ. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. നിങ്ങൾ എന്നെ ഒരു 3 മണിക്ക് വന്ന് കാണാൻ പറ്റുമോ? അല്ല, എവിടെയാണ് ഞാൻ? നിങ്ങള് അല്ല, ഇതെന്താ പറ്റിയത് ഇയാൾക്ക്? അല്ല, നീ എന്താ വിചാരിച്ചേ? നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്നോ? പറ. അവസാനം നിന്നെ ഞാൻ കണ്ടുപിടിച്ചില്ലേ? ഈ അങ്കിള് വീൽ ചെയറിലായിരുന്നല്ലോ, ഇപ്പൊ അവിടെ നിന്ന് സംസാരിക്കുന്നല്ലോ. എന്തോ കുഴപ്പമുണ്ട്. യൂഡി, എന്താ പറ്റിയേ? നമ്മുടെ നെക്സ്റ്റ് ഡോർ ക്യാബിന്റെ അവിടെ നേഴ്സ് ഒരു പേഷ്യന്റ് ആയിട്ട് വന്നില്ലേ? അവരുടെ ഹീൽ ചെരുപ്പ് എന്റെ ഷൂസിൽ കൊണ്ടു. അവരുടെ കൂടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അയാളെ ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ. അങ്കിളിനെ കണ്ടായിരുന്നോ നീ? അതെ, വിൻഡോയിലൂടെ. അതായത് കൂട്ടുകാരെ, ഞാൻ ഓടുന്ന സമയത്ത് തൃഷ ചേച്ചിയാണ് എന്നെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റിയത്. ചേച്ചി ഇപ്പൊ അപകടത്തില. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. പക്ഷെ സംഭവിച്ചെന്താണ്? അത് പറ ആദ്യം. അതായത് ഞാൻ ട്രെയിനിലേക്ക് കയറി കഴിഞ്ഞ ശേഷം ചേച്ചി എന്റെ അടുത്തിരുന്ന് ഭക്ഷണം. സോ ഗൈസ്, എല്ലാരും റെഡി അല്ലേ? അല്ല, തൃഷ ചേച്ചി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ചിലപ്പോ ഇവിടെ കാണും. ഇല്ല, ഇവിടെ ഒന്നും കാണുന്നില്ല. അന്ന് എന്നോട് 3 മണിക്ക് പാൻട്രിയിൽ വെച്ച് കാണാന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോ അവിടെ ഉണ്ടെങ്കിലോ? എവിടെയാണ് തൃഷ ചേച്ചി? 3:20 ആയല്ലോ. എനിക്കറിയില്ല, എവിടെയായിരിക്കും. എനിക്ക് പേടിയായിട്ട് വയ്യ. തൃഷ ചേച്ചിക്ക് ഒന്നും പറ്റാതിരുന്ന മതിയായിരുന്നു. വിഷമിക്കണ്ട, തൃഷ ചേച്ചിയെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. ചിലപ്പോ തൃഷ ചേച്ചി ആരെങ്കിലും കണ്ടു കാണാൻ വഴിയുണ്ട്. അങ്കിൾ, ഞങ്ങളൊരു ചേച്ചി അന്വേഷിക്കുകയാണ്. ചേച്ചി നീളത്തിലുള്ള ഒരു സ്കേർട്ടും വൈറ്റ് ഷർട്ടും ഇട്ടിരുന്നത്. രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മ വന്നു. ഞാനല്ലേ നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസും ചോക്ലേറ്റ് മിൽക്ക് ഷേക്കും സെർവ് ചെയ്തത്. അവർ കഴിഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടതാ. ഇതെങ്ങനെ സംഭവിക്കാനാ? എന്നോട് വേദ സിറ്റിയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത് ചേച്ചി. എനിക്ക് തോന്നുന്നു നിന്റെ കാലിപ്പ് ശരിയായി കാണുമെന്ന്. ഇതാ പിടിച്ചോളൂ. താങ്ക് യു. നമുക്ക് പോവാം. ഓക്കെ കുട്ടികളെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. അങ്കിൾ, ഈ ലോക്കറ്റ് തൃഷ ചേച്ചിയുടെയാണല്ലോ. തൃഷയോ? ഏത് തൃഷ? അല്ലല്ല, എനിക്ക് ഒരു തൃഷയെ അറിയാൻ പാടില്ല. ശിവ, ആ അങ്കിൾ ഇട്ടിരിക്കുന്ന ലോക്കറ്റിൽ അതുപോലെ തൃഷ ചേച്ചിയുടെ ചെയിനിലും ഉണ്ടായിരുന്നു. എന്തോ കുഴപ്പമുണ്ട്. അതെ അതെ, നീ പറയുന്നത് ശരിയാണ് രവ. തൃഷ ചേച്ചി ഇവര് വന്ന ശേഷമാണോ കാണാതെ ആയിട്ടുള്ളത്. അതുമല്ലാതെ ആ വീൽ ചെയറിരിക്കുന്ന അങ്കിള് നടക്കാൻ കഴിവുള്ള ആളെ ഞാൻ എന്നെ കണ്ണോണ്ട് കണ്ടതാണ്. പക്ഷേ നമ്മൾ എങ്ങനെ തൃശ്ശിയെ കണ്ടുപിടിക്കുക? അവരെ ക്യാബിനിൽ ചെന്ന് നമുക്ക് അന്വേഷിക്കാം. ലിപ്സ്റ്റിക്കിന്റെ കൂടെ പേഴ്സിൽ നിന്ന് ഈ താക്കോലും കിട്ടി. ഗായ്സ്, ഞാനും രവി അകത്തേക്ക് പോകാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ പുറത്തു നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കെ ചുമക്കാൻ തുടങ്ങണം. കാരണം അപ്പൊ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. യൂഡി, നീ റൈറ്റിലേക്ക് പോയിക്കോ. പിന്നെ ആദി, യു ഗോ ലെഫ്റ്റ്. അല്ല, അതെന്താണ് രവ? ഇത് തൃഷ ചേച്ചിയുടെയാണ്.
അപ്പോ തൃശ ചേച്ചി എവിടെയാണുള്ളത്? രേവ, ഇത് നോക്ക്. ഇത് വളരെ വയസ്സായ ഒരാളുടെ കൈയാണിത്. പക്ഷേ ഇത് തൃശ ചേച്ചി അല്ലെങ്കിൽ എവിടെയാണ് ഇപ്പൊ ഉള്ളത്? ആരോ വരുന്നുണ്ട് രേവ. നമുക്ക് എത്രയും പെട്ടെന്ന് ഒളിച്ചേ പറ്റുള്ളൂ. നമ്മുടെ കിഡ്നാപ്പിംഗ് പ്ലാൻ ഇത്തവണ സക്സസ് ആയെങ്കിൽ നിനക്ക് കിട്ടാനുള്ള തുക 250 കോടി രൂപയും പിന്നെ ആ തൃശയുടെ കയ്യിൽ നിന്നും നമുക്ക് 250 കോടിയും അടിച്ച് എവിടെങ്കിലും ഒളിച്ചോടി പോണം. പിന്നെ നമുക്ക് അങ്ങോട്ട് സന്തോഷമായി ജീവിക്കാം. ഇവളുടെ ചുളുക്ക് വീണ കൈ കണ്ടാല് ഇവളുടെ മാമൻ പോലും ഇവളെ മനസ്സിലാക്കില്ല. കാരണം ഇന്നെ പോലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഈ ലോകത്ത് മുഴുവനും നീ അന്വേഷിച്ചാലും കിട്ടില്ല കേട്ടോ. അതിന്റെ ഇടയിൽ ആരോ ഉണ്ട് കേട്ടോ. പുറത്തു വരൂ ഇപ്പൊ തന്നെ. നീയോ? ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നീ ഇനി പുറത്തേക്ക് പോവില്ല. നന്നായി റോസി. രേവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ശിവ. അവര് വാതിൽ ലോക്ക് ചെയ്തിരിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഞാൻ വിൻഡോയുടെ പുറത്തേക്ക് പോയിട്ട് അതോറിറ്റീസിനെ അലേർട്ട് ചെയ്ത് നോക്കാം. ശിവ, അത് ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. അല്ലാതെ വേറെ വഴിയില്ല രേവ. റോസി, ആ കുട്ടിയുടെ മുഖത്ത് എന്ത് സ്പ്രേ ആണ് നീ അടിച്ചത്? അത് ഞാൻ ഹെയർ സ്പ്രേ. എന്ത് മണ്ടത്തരമാണ് നീ ചെയ്തത്? ഞാൻ സ്റ്റേഷൻ എത്തിയതും വേഗം നീ തൃശയെയും കൊണ്ട് ആംബുലൻസിൽ കയറിക്കോളാം. ശരി, ശരി. ഞാൻ ആ കുട്ടിയെ നോക്കിക്കോളാം. ആക്ടിവേറ്റ് പ്ലാൻ ബി. ഓക്കേ കുട്ടി, നീ ഇനി ഒരിക്കലും രക്ഷപ്പെടാനേ പോകുന്നില്ല. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. രേവ, നീ എങ്ങനെ അകത്ത് ലോക്കായത്? അങ്കിളും നേഴ്സും കൂടി ഞങ്ങളെ ലോക്കാക്കിയതാണ്. എന്നെയും ആരോ സ്റ്റോർ റൂമിൽ പൂട്ടിയിട്ടു. അല്ല, ഈ പീക്കിരി പിള്ളേർ എങ്ങനെ ഇവിടെ എത്തിയത്? തൃശ ചേച്ചി, ചേച്ചിക്ക് ഒന്നും പറ്റില്ല.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഫ്ലൈയിങ് സൈക്കിൾ കണ്ടിട്ടുണ്ടോ ബോസ്? ഇല്ല, കണ്ടിട്ടേ ഇല്ല. ഈ കുട്ടി ഇവിടെ എത്തിയോ? ആക്സിലേറ്റർ ചവിട്ടി വിട്. എന്റെ അമ്മോ. അല്ല ശിവ, ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കാം. വരൂ, നിങ്ങൾക്ക് ട്രെയിനിങ് അല്ല ജയിലിന്റെ ആവശ്യമാ ഉള്ളത്. അത് ഞാൻ നോക്കിക്കോളാം. തൃഷ, നീ പേടിക്കണ്ട, നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്നെ ഞാൻ ഏൽപ്പിക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.